പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വേങ്ങരയിൽ പോസ്റ്റർ. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സഹോദരി പുത്രന് തീരെഴുതി കൊടുക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട് സ്വത്താണോ എന്ന കടുത്ത വിമർശനമാണ് പോസ്റ്ററിൽ ഉള്ളത്. ഗ്രീൻ ആർമി എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. CV അനുമോദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് രാവിലെയാണ് വേങ്ങരയിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഗ്രീൻ ആർമി എന്ന പേരിലാണ് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയരുന്ന ആക്ഷേപം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അതായത് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരി പുത്രനെ നിയോഗിക്കാൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ഒരു ആരോപണമാണ് അതിൽ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനായ അബു താഹിറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നൊരു ആക്ഷേപമാണ് ഈ ഒരു പോസ്റ്ററിൽ ഉള്ളത്. നേരത്തെ 2020 വേങ്ങര പഞ്ചായത്തിലേക്ക് അബു താഹിർ പാർട്ടിക്കെതിരെ വിമതനായി മത്സരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയുടെ ഭാഗമാക്കുകയായിരുന്നു. അവിടെ പാർട്ടിയുടെ പ്രധാനമായിട്ടും ഉയരുന്ന നിർദ്ദേശം VP സുബൈർ തങ്ങൾ, അദ്ദേഹം മുൻപ് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ആയിരുന്നു, എടരിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ ഒരു അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കാതെ കാലതാമസം വരുത്തുന്നത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മർദ്ദത്താലാണെന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു പോസ്റ്ററിൽ ഉയരുന്ന ആക്ഷേപം. എന്നാൽ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട പി.കെ. കുഞ്ഞാലിക്കുട്ടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനവും ഇല്ല. തന്റെ കുടുംബത്തിൽ നിന്ന് ആരും ഈ ഒരു സ്ഥാനത്തേക്ക് വരികയില്ല. അവിടെ മറ്റൊരാളാകും പ്രസിഡന്റ് ആവുക. അത് തങ്ങള് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞ് അദ്ദേഹം ഈ ഒരു വിവാദം അടിസ്ഥാനമില്ലാത്തതാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അഭിലാഷ്. യെസ്, ഇതാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളായി മലപ്പുറത്ത് നിന്ന് വരുന്നത്. ഒപ്പം അനുമോദ്, മലപ്പുറത്ത് ഈ നഗരസഭകളിലേക്ക് ഉള്ള മുനിസിപ്പാലിറ്റികളിലേക്ക് അടക്കമുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട് കേരളത്തിൽ. അതിനിടയിലാണല്ലോ ഇത്തരം അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് നിലവിൽ ഈ കോർപ്പറേഷനുകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടോ? മലപ്പുറത്ത് നമുക്കറിയാം UDF മൃഗീയ ഭൂരിപക്ഷത്തിലാണ് എല്ലാ നഗരസഭകളിലും വിജയം നേടിയിട്ടുള്ളത്. അവിടെ ജില്ലയിലെ 12 നഗരസഭകളിൽ 11 UDF ആണ് സ്വന്തമാക്കിയത്. അതിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം ലഭിച്ചതിന് പെരിന്തൽമണ്ണയാണ്. 30 വർഷമായിട്ട് LDFന്റെ കൈവശമായിരുന്ന നഗരസഭ UDF പിടിച്ചെടുത്തു. പെരിന്തൽമണ്ണയിലും നിലമ്പൂരിലും അതുപോലെ തന്നെ അവിടെ അവർക്ക് ഭരണം നഷ്ടമാവുന്ന ഒരു സാഹചര്യം കണ്ടു. പൊന്നാനി മാത്രമാണ് ഇപ്പോൾ LDFന്റെ നഗരസഭ ഉള്ളത്. ഇവിടെയും ഇതുവരേക്കും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാം കൃത്യമായ ധാരണ പ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നിലമ്പൂരിൽ മാത്രമാകും കോൺഗ്രസിന്റെ നഗരസഭാ അധ്യക്ഷ ചെയർപേഴ്സൺ ഉണ്ടാവുക. മറ്റെല്ലായിടത്തും മുസ്ലിം ലീഗ് ആയിരിക്കും നഗരസഭ ഭരിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എവിടെയും കൃത്യമായ ഭൂരിപക്ഷത്തിലാണ് എല്ലാ നഗരസഭകളിലും UDF വിജയം നേടിയിരിക്കുന്നത് എന്നതിനാൽ പൊന്നാനി LDFും മറ്റൊരു തരത്തിലേക്കുള്ള സ്വാരസ്യങ്ങൾക്ക് എവിടെയും സാധ്യത ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള വിവാദങ്ങളും ഇതുവരേക്കും ഉയർന്നിട്ടുമില്ല. യെസ്, മലപ്പുറത്ത് എന്തായാലും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നഗരസഭകളിലേക്ക് വലിയ മുന്നേറ്റം നടത്താൻ UDFന് സാധിച്ചു എന്നുള്ളതാണ്. ജില്ല മുഴുവനും UDFന്റെ ഒരു മേൽക്കൈയായിരുന്നു പ്രകടമായിരുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതേസമയം